ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമം പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ വഴങ്ങാൻ തയ്യാറായിട്ടില്ല. ആയുധം നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പും ഇസ്രയേൽ തള്ളി. മുന്നറിയിപ്പുകളെല്ലാം തള്ളിക്കളഞ്ഞ് ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാൻ സൈന്യവും ഹൂതികളും ഉൾപ്പെടെ ഗാസയിലേക്ക് നീങ്ങുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇരു ചേരികളും തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടലുണ്ടായാൽ പശ്ചിമേഷ്യയിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായ കൂട്ടക്കുരുതി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തലുകൾ. അമേരിക്ക ആയുധ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും അറബ് രാഷ്ട്രങ്ങൾ സംയുക്തമായി ഇസ്രയേലിനെതിരെ നീങ്ങിയാൽ അത് അമേരിക്കയ്ക്കും അംഗീകരിക്കാനാകില്ല. ഇസ്രയേലിനൊപ്പം ചേർന്ന് നേരിട്ടൊരു യുദ്ധത്തിന് അമേരിക്ക കൂടി ഇറങ്ങിയാൽ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന ഭയത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ. മാസങ്ങൾക്ക് മുമ്പ് തികച്ചും അപ്രതീക്ഷിതമായി ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണം തടയുന്നതിൽ ഇസ്രയേലിന് കഴിഞ്ഞില്ലെങ്കിലും ഇറാനും സഖ്യകക്ഷികളും ചേർന്ന് നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണം ഇസ്രയേൽ വളരെ മികച്ച രീതിയിൽ തടഞ്ഞിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിന്റെ ഏറ്റവും കരുത്തരായ സൈനിക ശക്തികളെന്ന് ഇരു രാജ്യങ്ങളെയും വിശേഷിപ്പിക്കാം. ഇരു രാജ്യങ്ങളും രഹസ്യമായി ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുകയാണെന്ന് സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു പൂർണ്ണ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ വിനാശകരമായിരിക്കും. ലോകത്ത് സൈനിക ശക്തിയിൽ ഇറാന് 14ാം റാങ്കും ഇസ്രയേലിന് 17ാം റാങ്കുമാണുള്ളത്. യുദ്ധത്തിന് വഴി തുറന്ന് ഏപ്രിൽ 1 നടന്ന ആക്രമണത്തിൽ ഇസ്രയേലിന് പങ്കുണ്ടെന്നാണ് ഇറാൻ സൈന്യം പറയുന്നത്. അങ്ങനെ ദീർഘകാലം ഇരുപക്ഷവും സഖ്യകക്ഷികളോടൊപ്പം നടത്തിയിരുന്ന രഹസ്യയുദ്ധം അല്ലെങ്കിൽ ശീതസമരം നേർക്കുനേർ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇരുവരും നേർക്കുനേർ വരുന്നത് വലിയൊരു ആണവ യുദ്ധത്തിലേക്ക് വഴിവെച്ചേക്കാം. മുൻകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നതും അതാണ്. ഇറാനും ഇസ്രയേലും തമ്മിൽ അതിർത്തികളില്ല. പ്രകൃതി വിഭവ മേഖലകളൊന്നും തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കുവെക്കുന്നുമില്ല. 1979 ശേഷം ആരംഭിച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശീതസമരം കൂടുതൽ ചൂടുപിടിക്കുന്നതാണ് ലോകം കണ്ടത്. രാജ്യാന്തര തലത്തിൽ ഇസ്രയേലിന്റെ നയപരവും തന്ത്രപരവുമായ എതിരാളിയായാണ് ഇറാൻ നിൽക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുഷ്യം വർദ്ധിപ്പിച്ച പല സംഭവങ്ങളുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് നടാൻസ് ആണവ നിലയത്തിലെ ആക്രമണം. ഇറാനിലെ നടാൻസ് ആണവ നിലയത്തിന് 2010 ഇന്റർനെറ്റുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. നിലയത്തിലെ കമ്പ്യൂട്ടറുകളൊക്കെയും ഒരു സ്വകാര്യ നെറ്റ്വർക്ക് വഴി ബന്ധിപ്പിച്ചിരുന്നു എങ്കിലും അട്ടിമറി ഭയന്ന് ഇവയെ സൈബർ ലോകവുമായി ബന്ധിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിന്റെ തന്ത്രപരമായ പദ്ധതിയിൽ ഒരു ചാരൻ നിലയത്തിനുള്ളിൽ കടന്ന് തൻ്റെ കയ്യിലുള്ള പെൻഡ്രൈവിൽ നിന്ന് നിലയത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് വൈറസിനെ കടത്തിവിട്ടു എന്നാണ് ആരോപണം. അകത്തു കയറിയ വൈറസ് ദീർഘനാൾ ഉറങ്ങിക്കിടന്നു, തൻ്റെ നിയോഗം വന്നെത്തുന്നതും കാത്ത്. ഒടുവിൽ അത് സംഭവിച്ചു. ഒരു ദിവസം വൈറസുകൾ ഉണർന്നെണീറ്റു. നിലയത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം സുഗമമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇറാനിയൻ അധികൃതരെ വൈറസ് തെറ്റിദ്ധരിപ്പിച്ചു. അതിനൊപ്പം തന്നെ തങ്ങളുടെ ഉടമസ്ഥർക്ക് നിലയത്തിന്റെ നിയന്ത്രണം നേടിക്കൊടുക്കുകയും ചെയ്തു. സ്റ്റക്നെറ്റ് എന്ന വൈറസ് ആയിരുന്നു അതിന് പിന്നിൽ. ഇറാനിയൻ ആണവ പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗം പ്രവർത്തനരഹിതമാക്കാൻ US-ഉം ഇസ്രയേലി ഇന്റലിജൻസും ചേർന്ന് രൂപകൽപ്പന ചെയ്തതെന്ന് കരുതുന്ന ശക്തമായ കമ്പ്യൂട്ടർ വ്യോമമാണ് സ്റ്റക്നെറ്റ്. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും നന്നായി രൂപകൽപ്പന ചെയ്തതുമായ കമ്പ്യൂട്ടർ വ്യോമുകളിൽ ഒന്നായാണ് സ്റ്റക്നെറ്റിനെ പലരും കണക്കാക്കുന്നത്. ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള ഇറാനിയൻ പദ്ധതി അട്ടിമറിക്കാനോ അല്ലെങ്കിൽ കുറഞ്ഞത് വൈകിക്കാനോ കഴിയുന്ന ഒരു ആയുധമായാണ് എതിരാളികൾ സ്റ്റക്നെറ്റിനെ രൂപപ്പെടുത്തിയത്. ഇറാന്റെ ആണവ പദ്ധതികളെ US നയിക്കുന്ന പാശ്ചാത്യ ചേരിയെന്ന് ഭയത്തോടെയും സംശയത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറുകളെ മാത്രമാണ് സ്റ്റക്നെറ്റ് ലക്ഷ്യം വെച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് US-ഉം ഇസ്രയേലും സംശയനിഴലിൽ വന്നെത്തിയതും. ഏതായാലും ലോകത്തിലെ ആദ്യ സൈബർ യുദ്ധ ആയുധമായാണ് സ്റ്റക്നെറ്റ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആണവ പദ്ധതിയുടെ ഏറ്റവും നിർണായക ഘട്ടമായാണ് യുറേനിയം സമ്പുഷ്ടീകരണം. ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിലെ സമ്പുഷ്ടീകരണ പ്ലാന്റിനെയാണ് ഈ വ്യോം ലക്ഷ്യമിട്ടത്. അവിശ്വസനീയമായ വിധം വേഗതയിൽ കറക്കി യുറേനിയം സമ്പുഷ്ടമാക്കുന്ന യന്ത്രങ്ങളാണ് സെൻട്രിഫ്യൂജുകൾ. ഈ പ്രക്രിയ സാങ്കേതികമായി വളരെയധികം വെല്ലുവിളി നിറഞ്ഞതാണ്. ഇറാന്റെ സെൻട്രിഫ്യൂജുകളെ നിയന്ത്രിക്കുന്ന സംവിധാനത്തിന് ബാധിച്ച വൈറസുകൾ നിയന്ത്രണാതീതമായി കറക്കാനും നിർത്താനുമുള്ള സന്ദേശങ്ങൾ നിരന്തരം അയക്കുകയും
സെൻട്രിഫ്യൂജുകളെ കേടാക്കുകയും ചെയ്തു. ഏകദേശം 5000-ഓളം വരുന്ന സെൻട്രിഫ്യൂജുകളിലെ 1000 എണ്ണമാണ് പൊടുന്നനെ നശിപ്പിക്കപ്പെട്ടത്. ഇറാന്റെ ആണവ പദ്ധതികളെ ഏകദേശം 2 വർഷം പിന്നോട്ടോട്ടിക്കാൻ എന്തായാലും ഈ വൈറസ് അറ്റാക്കിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ലോകം ഞെട്ടിയ സംഗതികളാണ് നടാൻസ് നിലയത്തിൽ നടന്നത്. ഇതുകൂടാതെ ഇറാനിൽ ആണവവിദ്യയും നവീനായുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പല ഉന്നത സൈനികരും ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇസ്രയേലിലെ മൊസാദിന്റെ ഇടപെടലുകളുണ്ടെന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട്. അന്നു മുതൽ ഇസ്രയേലുമായി കടുത്ത ശത്രുതയിലായിരുന്ന ഇറാൻ ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ ഒരവസരം കാത്തിരിക്കുകയായിരുന്നു. അതിന് വഴി തുറന്ന ഇസ്രയേലാകട്ടെ ഇറാന്റെയും ഹൂതികളുടെയും ഒക്കെ പുതിയ നീക്കം എങ്ങനെ പ്രതിരോധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.